എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ ട്രയൽ ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ ട്രയൽ ടെസ്റ്റ് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കീം 2024 ട്രയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെനു ഐറ്റം കാണാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അഡ്മിഷൻ സ്ലിപ്പ് ലഭ്യമാകുന്നതായിരിക്കും. അഡ്മിഷൻ സ്ലിപ്പിൽ നിങ്ങളുടെ ഈ ഒരു എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നൽകിയിട്ടുണ്ടാകും. അതുപോലെ ടൈമും എപ്പോഴാണ് നിങ്ങൾ ഹാജരാവേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ടൈമും ഉണ്ടാകും. അപ്പോൾ നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പിൽ ഏതാണ് ടൈം പറഞ്ഞിട്ടുള്ളത് അതിന് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കീം എക്സാമിനേഷൻ്റെ അതേ മോഡിൽ തന്നെയാണ്, അതായത് അതേ മാതൃകയിൽ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലായിരിക്കും ഈ ഒരു ആൻസേഴ്സൊക്കെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുന്ന ആൻസേഴ്സൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അറിയാം OMR ഷീറ്റിലാണ് മുമ്പ് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു OMR ഷീറ്റിൽ നിങ്ങൾ ആൻസർ ഒന്ന് ബബിൾ ചെയ്യുന്ന സമയത്ത്, അതായത് ബബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ഇതേ രീതിയിൽ ABC എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ചോയ്സസ് ഉണ്ടോ അതിനനുസരിച്ച് ഈ ഒരു രീതിയിൽ ബബിൾ ചെയ്യുകയായിരിക്കും. അതായത് ഏതാണ് കറക്റ്റ് ആൻസർ അത് ബബിൾ ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ബബിൾ ചെയ്ത് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ബബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ബാക്കിയൊന്നും ഇതാക്കാനായിട്ട്, അതായത് ബബിൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് നിങ്ങൾ ബബിൾ ചെയ്യാറില്ല, ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ബബിളായിട്ട് ഓട്ടോമാറ്റിക്കലി ആവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീമിൻ്റെ പരീക്ഷയുടെ അതേ രീതിയിൽ തന്നെ നടത്തുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ടാകുന്നതാണ്. അതായത് ശരി ഉത്തരത്തിന് നിശ്ചിത മാർക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അപ്പോൾ ശരി ഉത്തരത്തിന് ലഭിക്കുന്ന മാർക്കിൽ നിന്നാണ് ആ ഒരു നെഗറ്റീവ് തെറ്റുത്തരത്തിനെ മാർക്ക് പോവുക. അതേസമയം ബബിൾ ചെയ്യാതെ, അതായത് ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യന് നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു എക്സാം സെൻറ്ററിൽ ഹാജരാവാനായിട്ട് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യഥാർത്ഥ പരീക്ഷയുടെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.